ഇപ്പോൾ തിരുവനന്തപുരത്ത്, തൃശ്ശൂര് എല്ലാം തന്നെ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലയിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷത്തേക്ക് പിറകോട്ടാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനി ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, മനുഷ്യച്ചങ്ങല സിന്ദാബാദ്. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. ഓരോ ഇഞ്ചും പൊരുതി സഖാക്കളെ നാം മുന്നോട്ട്. കേന്ദ്ര ഭരണം തുലയട്ടെ, മോഡി ഭരണം തുലയട്ടെ. ഇൻകുലാബ് 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 സിന്ദാബാദ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ. കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് പ്രതിഷേധം. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ്. ഏതാണ്ട് എല്ലായിടത്തും ട്രയൽ റൺ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ചങ്ങലയിൽ ഭാഗമാകുന്നത്. ആദിൽ പാലോട് ചേരുന്ന വിവരങ്ങളുമായി. ആദിൽ, പ്രമുഖരെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. CPM-ന്റെ നേതാക്കൾ, ഒപ്പം ജോസ് കെ മാണി ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കളെ കണ്ടിരുന്നു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബവും ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേരാൻ എത്തിയത് കൗതുകമായിരുന്നു. അവിടെ അവസാന കണ്ണിയാകുന്നത് LDF കൺവീനർ EP ജയരാജനാണ്. എപ്പോഴാണ് പൂർണ്ണാർത്ഥത്തിൽ ഈ ചങ്ങല തീർത്ത് കഴിയുക? റോഷിപാലുണ്ട്. റോഷിപാൽ, നേരത്തെ PMG ജംഗ്ഷനിലായിരുന്നു നിന്നിരുന്നത്. അവിടെ തൊഴിലാളികളെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായിരുന്നു. എന്തായി അവിടെ? എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്? വിനീത, മനുഷ്യച്ചങ്ങലയുടെ പ്രതിജ്ഞ പൂർത്തിയായി. വലിയ ജനപങ്കാളിത്തമായിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ PMG, തിരുവനന്തപുരത്തിന്റെ പ്രധാന കേന്ദ്രമായ PMG. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവർ ചങ്ങലയുടെ കണ്ണിയായ ഈ ഭാഗമാണ്. തൊഴിലാളികളടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുള്ള ഒട്ടേറെ പേർ, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള, കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള വലിയൊരു വികാര പ്രകടനമാണ് അല്പം മുമ്പ് നമ്മൾ ഇവിടെ കണ്ടത്. കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഇത്തരമൊരു മനുഷ്യച്ചങ്ങല തീർക്കുന്നതിലൂടെ ഈ കേന്ദ്രത്തിന്റെ കേരള അവഗണനയ്ക്ക് ഒരു മാറ്റം, ഒരു കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയാണ് ഡിവൈഎഫ്ഐ പ്രകടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളെയും ഡിവൈഎഫ്ഐ ഈ മനുഷ്യച്ചങ്ങലയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന
സംസ്ഥാനങ്ങളെ ശത്രുരാജ്യങ്ങളെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെ ഉള്ള വിഹിതം പിടിച്ചുവെക്കുന്നു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു. കേരളത്തിന്റെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതിയായി വിഭാവനം ചെയ്ത സിൽവർ ലൈനിന് അനുമതി നൽകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അണിചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ കണ്ണിയായി നമുക്ക് A. റഹീം MP കാസർഗോഡ് കാണാം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീമാണ് അണിചേർന്നിരിക്കുന്നത്. ആദ്യ കണ്ണിയായി വന്ദേ ഭാരത് വന്നപ്പോൾ ട്രെയിനുകളെല്ലാം വൈകുന്നു. യാത്രക്കാരോ ദുരിതത്തിൽ UPSC നിയമനമെല്ലാം നിർത്തിവച്ചു കേന്ദ്രക്കാർ. ലക്ഷം ഒഴിവുകളുണ്ട്. നിയമനത്തിൽ നിയമനമില്ല കേന്ദ്രത്തെ. പൊതുമേഖലയിലെ ഓഹരിയെല്ലാം വിറ്റുതുലച്ചൊരു കേന്ദ്രക്കാരെ നിങ്ങൾക്കെതിരാണ് ഈ സമരം. കേരള നാട്ടിൻ സമരങ്ങൾ മനുഷ്യച്ചങ്ങല സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് മനുഷ്യ ചങ്ങല തീർത്തു തുടങ്ങിയിരിക്കുന്നു. A. റഹീം MP ആണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദ്യ കണ്ണിയാവുന്നത്. പാലക്കാട് AK ബാലൻ മുതിർന്ന CPM നേതാവ് അണിചേർന്നിട്ടുണ്ട്. ചെറുതുരുത്തി